കീരമ്പാറ പഞ്ചായത്തിലെ ഫെൻസിംഗ് നിർമ്മാണം ദിശമാറിയാൽ ദോഷകരമെന്ന് നാട്ടുകാർ. പുഴയോരത്തുകൂടി നിർമ്മിക്കേണ്ട ഫെൻസിംഗ് വനത്തിനുള്ളിൽ കൂടി നിർമ്മിക്കുമ്പോൾ ഏകദേശം 100-ലധികം ഏക്കർ സ്ഥലം ഫെൻസിംഗിന് പുറത്താകുമെന്നാണ് നിഗമനം. പുഴ നീന്തിയെത്തുന്ന ആനകൾ ഈ ഭാഗത്ത് തമ്പടിച്ചേക്കാം എന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. കീരമ്പാറ പഞ്ചായത്തിലെ വന്യജീവി ആക്രമണം നേരിടുന്ന വനയോര മേഖലയിൽ താമസിക്കുന്ന ജനങ്ങളുടെ ജീവന സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനായി വനാതിർത്തിയിൽ സ്ഥാപിക്കുന്ന ഫെൻസിംഗ് നിർമ്മാണം ആരംഭിച്ചു. തട്ടേക്കാട് പാലം മുതൽ ഭൂതത്താൻകെട്ട് വരെയുള്ള പ്രദേശത്താണ് പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എന്നാൽ പുഴയോരത്തുകൂടി നിർമ്മിക്കേണ്ട ഫെൻസിംഗ് വനത്തിനുള്ളിൽ കൂടി നിർമ്മിക്കുമ്പോൾ ഏകദേശം 100-ലധികം ഏക്കർ സ്ഥലം ഫെൻസിംഗിന് പുറത്താകും. പുഴ നീന്തി കയറി വരുന്ന ആനകൾ ഈ പ്രദേശത്ത് തമ്പടിക്കാനും ഫെൻസിംഗിന് പുറത്തുള്ള മരങ്ങൾ ഫെൻസിംഗിലേക്ക് മറിച്ചിട്ട് നശിപ്പിക്കാനും അതുവഴി വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടന്നുവരാനും സാധ്യതയുണ്ടെന്ന് ജനങ്ങൾ പറയുന്നു. ഈ പ്രദേശത്ത് 2 പുഴകൾ നീന്തിയാണ് ആന വരുന്നത്. ഒന്ന് നമ്മുടെ തുണ്ടം റേഞ്ചിൽ നിന്ന് കുട്ടമ്പുഴ പുഴയും അതുപോലെ തട്ടേക്കാട് പെരിയാറും നീന്തിയാണ് ആന വരുന്നത്. ഈ പെരിയാറിൻ്റെ തീരത്തുകൂടെയാണ് ഫെൻസിങ് ഇടുന്നെങ്കിൽ മാത്രമാണ് ഇത് ഫലകരമാകുള്ളൂ. കാരണം ആന വെള്ളത്തിൽ നനഞ്ഞ് കയറി വരുന്ന സമയത്ത് ആനയ്ക്ക് എർത്തടിക്കുകയും ആന തിരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ആനയ്ക്ക് കയറി നിൽക്കാനുള്ള സ്ഥലം ഇട്ടിട്ട് ഇവിടെ ഫെൻസിങ് ഇട്ടതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഇപ്പോൾ ഏകദേശം 100 ഏക്കറോളം സ്ഥലം ഒഴിച്ചിടുന്നത് ഏറ്റവും ആനയ്ക്കത് ഗുണം ചെയ്യുന്ന കാര്യമാണ്. കാരണം ആന ഇവിടെ കയറി നിൽക്കാനും മരങ്ങൾ തള്ളിയിട്ട് ആന ജനവാസ മേഖലയിലേക്ക് കടന്നു പോകാനും സാധ്യതകളേറെയാണ്. മുൻപ് ഇവിടെ ഫെൻസിങ് ഇട്ടിരുന്നു. ആ ഫെൻസിങ് വിജയകരമായി തീർന്നില്ല. ഇപ്പോൾ ഏകദേശം 3 കിലോമീറ്ററോളം ഭൂതത്താൻകെട്ട് വരെ ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. ആ ഫെൻസിങ് ഇട്ട അതേ പോയിന്റിൽ കൂടെ തുടർന്ന് ഫെൻസിങ് പോയാൽ മാത്രമാണ് ഇത് വിജയകരമാകുള്ളൂ. ഇത് വനത്തിന്റെ നടുവിലൂടെയാണ് ഇപ്പോൾ ഫെൻസിങ് വലിക്കുന്നത്. വിവിധ പഞ്ചായത്തിലെ ഫെൻസിംഗ് ജോലിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപായി നടന്ന ഉദ്ഘാടന വേളയിൽ കീരമ്പാറ പഞ്ചായത്ത് ഭരണസമിതിയെയും വന സംരക്ഷണ സമിതിയെയും പൊതുജനങ്ങളെയും ചേർത്ത് ഒരു മോണിറ്ററിംഗ് സംവിധാനവും കൂടിയാലോചനയും ഉണ്ടാകണമെന്ന വനം വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തെ മറികടന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഫെൻസിംഗ് ജോലികൾ ആരംഭിച്ചതെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. അശാസ്ത്രീയമായ നിർമ്മാണം തുടരാതെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് എന്നിവർ ആവശ്യപ്പെട്ടു. കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലൂടെ സൂചിപ്പിച്ചതുപോലെ വളരെ നാളത്തെ ഞങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഇപ്പോൾ ഈ ഫെൻസിങ്ങിന്റെ നടപടി ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് വളരെ സങ്കടകരമായ ഒരു കാര്യം, ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ ഫെൻസിങ് ഉണ്ടാക്കുന്നത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അതേ മൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഞങ്ങളുടെ സംശയം. കാരണം ഇവിടെ ഇത് ജനങ്ങളുമായി കൂടി ആലോചിച്ച് ജനങ്ങൾക്ക് ആവശ്യപ്രകാരമായ രീതിയിലൂടെ ഫെൻസിങ് ഇടുന്നതിന് പകരം ഇവിടെ അവർക്ക് ഇഷ്ടം പോലെ തോന്നി കൊടുത്തുകൊണ്ട് ഫെൻസിങ് ഇട്ടാൽ ഇതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകുകയില്ല. ഞങ്ങൾ എന്നും ആവശ്യപ്പെടുന്നത് ട്രഞ്ച് തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഇവിടെ ഏതാണ്ട് 100-150ഓളം ഏക്കർ ഭൂമി അവിടെ നിന്ന് ഒഴിച്ചിട്ടിട്ടാണ്, അതായത് വനഭൂമി ഒഴിച്ചിട്ടിട്ടാണ് ഈ ഫെൻസിങ് ഇവിടെ നടത്തുന്നത്. അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകുകയില്ല. കാരണം ആനകളൊക്കെ ഈ വനസ്ഥലത്ത് കയറി നിൽക്കുകയും ശേഷത്തിന് ശേഷം അവർ പതുക്കെ ഇവിടെ ആക്രമണം ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പണിയായിട്ട് മുന്നോട്ടേക്ക് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഈ പണിയായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് ഞങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ, മെമ്പർമാരായ ബേസിൽ ബേബി, രാഷ്ട്രീയ പ്രവർത്തകരായ രാജു എബ്രഹാം, ജോജി സ്കറിയ, ജോലി ഐസക് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. വനാതിർത്തിയിൽ പുഴയോട് ചേർന്ന് ട്രെഞ്ച് നിർമ്മിക്കണമെന്ന ആവശ്യം ഉന്നയിക്കാനും ഫെൻസിംഗ് ജോലിയുടെ അപാകതകൾ പരിഹരിക്കാനും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കാണുമെന്ന് പ്രസിഡന്റ് മീഡിയ സിസ്റ്റിയോട് പറഞ്ഞു. മുൻ നിശ്ചയപ്രകാരം ജനവാസ മേഖലയിൽ നിന്ന് മാറ്റി നിരവധി സമരങ്ങൾ കൊണ്ടാണ് പുഴയുടെ സൈഡിൽ ഫെൻസിങ് വലിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നമ്മൾ തുടങ്ങിയത്. എന്നാൽ ഇപ്പോൾ പുഴയുടെ സൈഡിൽ നിന്ന് മാറി ഏകദേശം 100 ഏക്കർ ഭൂമിയോളം വിട്ടിട്ടാണ് ഫെൻസിങ് ജോലികളുടെ പ്രാരംഭ നടപടികളായിട്ടുള്ള കാട് വെട്ട് ഇവിടെ നടക്കുന്നത്. ഇത്തരത്തിൽ കാട് വെട്ടിയാൽ ഫെൻസിങ് തുടർന്നാൽ ഏകദേശം ഒരു 100 ഏക്കർ സ്ഥലം ആനയ്ക്ക് കയറി നിൽക്കാൻ തക്ക രീതിയിൽ ഉള്ള ഒരു അവസരമുണ്ടാവും. അത് വലിയ അപകടങ്ങൾക്ക് ഇടയാക്കും. കാരണം പുഴ കടന്നു വരുന്ന ആനകൾ ഈ ഫെൻസിങ്ങിൻ്റെ വലതുവശത്തുള്ള പ്രദേശത്തുള്ള മരങ്ങളും തടികളുമൊക്കെ മറച്ചിട്ട് ഫെൻസിങ് തകരാറിലാക്കി വീണ്ടും മരത്തിലേക്ക് കടന്ന് ജനവാസ മേഖലയിലേക്ക് എത്തുവാനുള്ള സാധ്യതയുണ്ട്. ഈ ഫെൻസിങ്ങിൻ്റെ ഉദ്ഘാടന സമയത്ത് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി കൃത്യമായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും പഞ്ചായത്ത് പ്രതിനിധികളെയും അതുപോലെ തന്നെ VSSും വാച്ചർമാരെ അടക്കമുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമാണ് ഫെൻസിങ് ജോലികൾ നടത്താവുള്ളൂ എന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടും ഫെൻസിങ് തുടങ്ങിയപ്പോൾ ആരെയും അറിയിക്കാതെ ഫെൻസിങ് ഇവിടെ ആരംഭിച്ചതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. മീഡിയ സിസ്റ്റി, കോതമംഗലം.